എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അനിയൻ്റെ മണ്ടയ്ക്ക് ചേട്ടൻ കയറി കിടക്കുകയാണ്. രണ്ടുപേരും നല്ല ഉറക്കമാണ്, നല്ല മഴയാണ്, നല്ലപോലെ കിടന്നുറങ്ങുന്നുണ്ട്. സിദ്ധു വെളുപ്പിന് ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. സിദ്ധു എണീറ്റ് തന്നെ കട്ടിലേന്ന് തന്നെ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇറങ്ങുന്ന കൂട്ടത്തിൽ വീണു കരഞ്ഞ്. അത് കേട്ടിട്ട് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങിയത്. അന്നേരത്തേക്ക് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാം ഇന്ന്. അതുകൊണ്ട് രാവിലെ അമ്മ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പരത്തി അതെല്ലാം ഉണ്ടാക്കി എടുക്കേണ്ട ജോലി എൻ്റെയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇന്ന് കിഴങ്ങ് കറിയാണ്. എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഊളക്കിഴങ്ങ് കറി എന്നാണ് പറയുന്നത്. ഞാൻ എന്തുണ്ടാക്കിയാലും അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ്. ഹസ്ബൻഡ് പറയുന്നത്, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയുന്നത് എൻ്റെ ഗുരു എൻ്റെ ഹസ്ബൻഡാണ്, കുക്കിങ്ങിലെ ഗുരു ഹസ്ബൻഡാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് എനിക്ക് മോര് കാച്ചാൻ പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഗുരു ഹസ്ബൻഡാണെന്ന്. ഞാൻ എന്തുണ്ടാക്കിയാലും പറയും, ആരാ ഇതെല്ലാം പഠിപ്പിച്ചത്, ഞാനല്ലേ പഠിപ്പിച്ചതെന്ന് പറയും. അത് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി, ഞാൻ റൗണ്ടിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് റൗണ്ടായിട്ടൊന്നും അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പരത്തി ഒരു ചെറിയ റൗണ്ട് ആകുമ്പോഴത്തേക്ക് അതിൽ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് അത് മടക്കി ഇങ്ങനെ പരത്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ല ഒരു ലെയർ പോലെ ഇരിക്കും. കാണാനും ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പല ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ചപ്പാത്തി, നമ്മൾ ശനി ഞായറും ചപ്പാത്തി, ഇടിയപ്പം, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇഡലി, ദോശ, അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാക്കും. പുട്ട്, ഉപ്പുമാവൊക്കെ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അത് രാവിലെ ഇവരാരും കഴിക്കത്തില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ചപ്പാത്തി എടുത്തപ്പോഴത്തേക്ക് സിദ്ധു എണീറ്റിട്ടുണ്ടായിരുന്നു. സിദ്ധു എണീറ്റപ്പോഴത്തേക്ക് ഞാൻ സിദ്ധുവിനെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ആ ചപ്പാത്തി കരിഞ്ഞു പോയി. സിദ്ധു എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി തീർക്കുക എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. എന്തായാലും ലാസ്റ്റ് ഒരു ചപ്പാത്തി ആയപ്പോഴാണ് സിദ്ധു എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പം മല്ലിയില തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വെളിയിൽ പോകുന്നുണ്ട്. അപ്പം മല്ലിയിലയൊക്കെ വാങ്ങണം. അങ്ങനെ പിന്നെ കാശി എണീറ്റു. കാശിക്കുന്ന ക്ലാസ് ഉണ്ട് 10 മണിക്കാണ്. അതുകൊണ്ട് ഒരു 8:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. സോമ അന്നേരത്തേക്ക് ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിനി ഇവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് കയറും. ഈ സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്, ക്ലാസ് ഇല്ലാത്ത സമയത്ത്. അല്ലെങ്കിൽ പിന്നെ കാശിമോൻ ക്ലാസ്സിനെല്ലാം പോയിട്ട് സ്കൂളിൽ പോകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ രാവിലെ 8:30 മുമ്പ് വാൻ വരും. അപ്പോൾ അതിന് മുമ്പ് എല്ലാ ജോലിയും തീർക്കണം, വീട്ടിലെ ജോലിയും തീർക്കണം, രാവിലത്തെ ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയാക്കണം. കാരണം സിദ്ധുവിനെയും വെച്ചിട്ട് പിന്നെ ജോലി ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അവൻ്റെ കൂടെ ഒരാളിരിക്കണം, അവനെ കളിക്കാനും എടുക്കാനും TV കാണാനായാലും 5 മിനിറ്റ് പോലും തികച്ച് കാണത്തില്ല. പിന്നെ വാശി തുടങ്ങും. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്നാലേ അവൻ ഇങ്ങനെ ഇരുന്ന് കളിക്കത്തുള്ളൂ. കൂടുതലും അവർ ഈ ബെഡിലിരുന്നായിരിക്കും കളിക്കുന്നത്. ഇതിലിങ്ങനെ ഇരുന്ന് കളിച്ചോളും. പക്ഷേ എനിക്ക് പേടിയാണ്. എപ്പോഴും 2-3 വട്ടം സിദ്ധു താഴത്ത് വീണിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് നെറ്റി ഇടിച്ച് മുഴച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇങ്ങനെ ഈ കർട്ടൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുക എന്നതാണ്. ഈ കർട്ടന് ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ നാശകോശമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇവന്മാർ എപ്പോഴും ഈ കർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അച്ഛൻ പണ്ട് എൻ്റെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് സാരി എൻ്റെ അപ്പച്ചിയുടെ കൊടുത്തിട്ട്
അന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിട്ടതാണ് കർട്ടൻ. അതിനുശേഷം ഇതുവരെ ഞങ്ങൾ ഇതെടുത്ത് കളഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് കിടക്കുന്നത്. ഇടയ്ക്ക് കഴുകും, പിന്നെ അതൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഇടും. അങ്ങനെ പിന്നെ ഇവന്മാർ രണ്ടുപേരോട് പിന്നെ കളിയാണ്. ഒരു കാർ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് കളിയാണ്. പിന്നെ ഞാൻ ബെഡിലെ ഷീറ്റെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ പകൽ ഞാനിപ്പോൾ ഒരു ഷീറ്റ് വിരിക്കും, രാത്രി കിടക്കാൻ നേരത്ത് വേറൊരു ഷീറ്റ് വിരിക്കും. അങ്ങനെയാണ്. കാരണം ഇവർ പകലിരുന്നിട്ട് നമ്മളൊരു ടി വി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടി വി ഹാളിൽ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടി വി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടി വി, അത് യൂട്യൂബൊക്കെ ഉള്ളതായതുകൊണ്ട് നമ്മൾ റൂമിൽ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരുത്തും. അത് വെക്കേഷന് ഫിറ്റ് ചെയ്തതാണ്. കാരണം കാശിയും കൂടി ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും നല്ല കുരുക്കായിരിക്കും. ഇതുപോലെ സിദ്ധു ജനലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറും, എന്നിട്ട് അവിടെ നിന്നെടുത്ത് ചാടുമായിരുന്നു. അപ്പോൾ ഈ ടി വി ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമെന്ന് കരുതി വെച്ച് കൊടുത്തതാണ്. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. ടി വി അവിടെ ഇരുന്ന് ഓണായി, അത് വർക്ക് ചെയ്യും. പക്ഷേ സിദ്ധു കാശിയും വേറെ കലാപരിപാടികളിലായിരിക്കും. എന്ത് സാധനം കിട്ടിയാലും എടുത്തിങ്ങനെ എറിയും. അത് കാശി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സിദ്ധു കരഞ്ഞായാലും അത് കാശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതെടുത്തെറിയലാണ് സിദ്ധുവിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ രാത്രിയിൽ ചേട്ടൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. അതാകുമ്പം കാലിൻ്റെ പകുതി വരെ കാണുമല്ലോ, അപ്പോൾ അതിട്ടിട്ടാണ് കിടക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ ഞാനത് മാറ്റും. അപ്പം ഫുഡ് കൊടുത്തില്ല. ഇപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തി അങ്ങനെ തിന്നത്തില്ല. അപ്പം ഞാൻ കരുതി കഞ്ഞി കൊടുക്കാമെന്ന്. അപ്പം നമ്മൾ രാവിലെ അമ്മ അരി ഇടും. അപ്പോൾ അത് ഒരു 8 മണി, സാധാരണ കാശിക്ക് ക്ലാസ്സുള്ള സമയത്ത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വേവുന്ന രീതിയിൽ ഇടും. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോൾ വാർക്കും. ഇതൊരു 8 മണിയൊക്കെ ആയപ്പം അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി. കുറുക്ക് കൊടുത്താലും അവനങ്ങനെ വലുതായിട്ട് കുടിക്കത്തില്ല. പിന്നെ കരഞ്ഞ് കൂവിയൊക്കെ വേണം കുറുക്കൊക്കെ കൊടുക്കാൻ. അപ്പം എനിക്കിന്ന് കാശിയെ കൊണ്ട് പുറത്ത് പോകണം, ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പം അതിനു മുമ്പ് ഇവനിങ്ങനെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലും പിന്നെ വാശിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ സമാധാനമായിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഒരു 10:05 ആയിട്ടുണ്ട്. ഇപ്പം 10 മണിക്കാണ് ക്ലാസ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. പിന്നെ ഞാൻ കാശിയെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണേ. അപ്പം കാശി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അപ്പുറത്താണ് വണ്ടി വെക്കുന്നത്. അപ്പോൾ അവിടെ പോയി വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കറ്റാനത്താണ് പഠിക്കുന്നത്. അബാക്കസാണ് പഠിക്കുന്നത്. ഇത് 2ാമത്തെ വർഷമാണ് പഠിക്കുന്നത്. വെക്കേഷന് പോകുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ്. അപ്പോൾ സാറ്റർഡേ പോകുന്നത് അങ്ങനെ പറ്റത്തില്ല, വണ്ടിയൊന്നും കാണത്തില്ല സ്കൂട്ടർ കൊണ്ടുവിടാൻ വേണ്ടി. അപ്പോൾ സൺഡേ ആകുമ്പോൾ വീട്ടിലെല്ലാവരും കാണും. അപ്പോൾ അന്നേരം സ്കൂട്ടറിൽ പോകാമെന്ന് കരുതിയിട്ട് സൺഡേ മാത്രമാണ് വിടാമെന്ന് കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് സ്കൂട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് സാറ്റർഡേ കൊണ്ടുവിട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോറിൽ വരെ കയറുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ മല്ലിയില വാങ്ങുന്നത്. മല്ലിയില മാത്രമല്ല ഇവിടുന്ന് വാങ്ങുന്നത്, മിൻറ്റിൻ്റെ ഇല വാങ്ങും, പുതിനയില വാങ്ങും, പിന്നെ പുതിനയിലയും മിൻറ്റിൻ്റെ ഇല ഒന്നല്ലേ, പാലക്കിൻ്റെ ഇല വാങ്ങും. അങ്ങനെ കറക്റ്റ് ഞാൻ വാങ്ങുന്നത് മിൻറ്റിൻ്റെ ഇല വാങ്ങും, പിന്നെ പാലക്കും വാങ്ങും, പിന്നെ മല്ലിയില വാങ്ങും. ഇത് 3ആണ്. എപ്പോഴും ഒന്നും വാങ്ങത്തില്ല. ഇന്ന് മല്ലിയില മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഒത്തിരി നാളായി പാലക്കിൻ്റെ ഒക്കെ ഇല വാങ്ങിയിട്ട്. പിന്നെ നമ്മുടെ മിൻറ്റിൻ്റെ ഇലയൊക്കെ വാങ്ങിയിട്ട് കുറേ നാളായി. അത് ഈ തേയിലവെള്ളമൊക്കെ ഇടുമ്പം എടുക്കാൻ വേണ്ടിയായിരുന്നു നേരത്തെ മിൻറ്റിൻ്റെ ഇല വാങ്ങുന്നത്. ഇപ്പം അങ്ങനെ അതൊന്നും കുടിക്കുന്നില്ല. ഞാനിപ്പോൾ ഫുൾ ചായയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്, പിന്നെ ചിയാ സീഡിൻ്റെ വെള്ളവും കുടിക്കുന്നുണ്ട്. അതല്ലാതെ ചായ ഒന്നും അങ്ങനെ ഇപ്പോൾ കുടിക്കുന്നില്ല. മധുരവും കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അപ്പം അതെല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ സിദ്ധു ഭയങ്കര കളിയായിരുന്നു. സിദ്ധു ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് താഴെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര വാശിയായിരിക്കും, അത് വേണം ഇത് വേണം. അപ്പം ഞാൻ അവിടെ ഇന്നലെ ബെഡ്ഷീറ്റ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 ബെഡ്ഷീറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ അടിച്ചത് അവിടെ ഇരിക്കുമായിരുന്നു. അതൊക്കെ ആ മെഷീൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതിന് ആശാൻ ആ മെഷീൻ്റെ കീഴിൽ നിന്ന് മാറത്തില്ല. ഞാനിങ്ങനെ എടുത്തുകൊണ്ട് വരും, പിന്നെ അവിടെ പോകും. അവിടെ നിന്ന് നൂല് പറിച്ചെടുക്കലാണ് മെയിൻ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് സിദ്ധുവിനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുളിപ്പിച്ച് കൊണ്ടുവന്ന് സിദ്ധുവിനെ ഇനിയും ഉറക്കി കിടത്തണം. അപ്പോൾ അവൻ
ബോളൊക്കെ എടുത്ത് വെച്ച് കളിയാണ്. അപ്പോൾ ആ ഒരു എയറിന് ഫോൺ താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ്. ഞാനതിന് വഴക്ക് പറഞ്ഞ്, എപ്പോഴും ഇങ്ങനെയാണ് ഫോൺ അങ്ങനെ ഇരിക്കുമ്പം ഒന്ന് എടുത്തെറിയും, എന്തെങ്കിലും എടുത്തെറിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിത്തുവിന് ഫുഡ് അങ്ങനെ കൊടുത്തില്ല. രാവിലെ കഞ്ഞി കൊടുത്തതേ ഉള്ളായിരുന്നു. ഇപ്പം തന്നെ സമയം 11 മണിയായിട്ടുണ്ട്. 11:30 ആകുമ്പോൾ ഇനിയും കാശിയെ വിളിക്കാൻ പോകണം. അപ്പം ഞാൻ കരുതി സിത്തുവിനെ ഉറക്കി കിടത്തിയിട്ട് പോകാമെന്ന്. ഉറക്കി കിടക്കുമ്പോൾ കുറച്ച് നേരം കിടന്നോളൂ. അപ്പം ഞാൻ വന്നിട്ട് വിളിച്ചുണർത്താമെന്ന് കരുതിയിട്ട് സിത്തുവിനെ ഉറക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് ഞങ്ങൾ സുന്ദരനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സുന്ദരനായി നിൽക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്. ഉറങ്ങിക്കിടത്തി കഴിഞ്ഞാൽ എനിക്ക് കടയിൽ ഒന്നുകൂടി കയറണം. കുറേ നാളായിട്ട് കാശി പറയുന്ന ഐസ്ക്രീമിൻ്റെ മിക്സ് വാങ്ങാൻ വേണ്ടി. നമ്മൾ ഐസ്ക്രീമിൻ്റെ ഉണ്ടാക്കുന്ന അത് ഉണ്ടല്ലോ, അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ട് 1.5 മാസമായി. അന്ന് തൊട്ട് കാശി പറയുന്ന ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 3-4 കടയിൽ തട്ടാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും എന്തോ പഠിക്കാൻ വന്നയാ. അങ്ങനെ പിന്നെ പാണ്ഡെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിത് ആ പാണ്ഡെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും ഓഫറാണ്. ഈ ബിസ്ക്കറ്റൊക്കെ കണ്ടോ, ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. ബിസ്ക്കറ്റിനങ്ങണ്ട് 100 രൂപയാണ്, വലിയ പാക്കറ്റാണ്. അപ്പം പിന്നെ ചിപ്സിനായാലും 4 എണ്ണത്തിന് 180 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് വാങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ എല്ലാം നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ടെന്ന്. പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മിക്സൊക്കെ എടുത്ത് ന്യൂട്രല്ല, പല തരത്തിലുള്ള ന്യൂട്രല്ല, പിന്നെ തേന്, നെയ്യ്, ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പണ്ട് ഞങ്ങളിവിടെ വരുമായിരുന്നു സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം സിദ്ധു ഉണ്ടായതിന് ശേഷമാണെന്ന് തോന്നുന്നു അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊന്നും പോകുന്നില്ല. അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ അങ്ങ് വാങ്ങുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക്, റെഡ് വെൽവെറ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അത് എനിക്ക് തോന്നുന്നു അതെല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. മിക്സ് ചെയ്തെല്ലാം വെച്ചേക്കുവാന്ന് തോന്നുന്നു. അത് ഒരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം മിക്സ് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിത്തമുള്ളത് കൊണ്ട് ഇവർക്ക് എന്നും സ്നാക്സ് വേണമല്ലോ. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കത്തേക്കുള്ളത് റെഡിയാക്കണം. അപ്പോൾ രാവിലെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റെഡിയാക്കി വെച്ചത് ഇപ്പോഴാണ്. പിന്നെ മല്ലിയില ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടി തോരൻ വെക്കാമെന്ന് കരുതി. അങ്ങനെ റെഡിയാക്കി. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ സിദ്ധുവിനെ വിളിച്ചുണർത്തിയിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ ജോലി ഒതുങ്ങിയിട്ട് വിളിച്ചുണർത്താമെന്ന് കരുതി. പിന്നെ പപ്പടം കാച്ചിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ സിദ്ധു എണീറ്റിട്ടുണ്ടായിരുന്നു. അതും കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ധുവിന് ചോറ് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പപ്പടം കൂട്ടി അവനങ്ങനെ ചോറ് അങ്ങനെ എപ്പോഴും കൊടുക്കത്തില്ല, മുട്ടയൊക്കെ പൊരിച്ചായിരിക്കും. അപ്പോഴത്തേക്ക് സോമു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സോമുവിന് മുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സവാളയും കാന്താരി മുളകും ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടി ഇട്ടിട്ട് മുട്ട പൊരിച്ചെടുക്കാമെന്ന് കരുതി. അങ്ങനെ ആദ്യം ഒരു മുട്ട പൊരിച്ചെടുത്തു. അത് ഞാൻ എടുക്കാമെന്ന് കരുതി. പിന്നെ രണ്ടാമത് ചൂടോടെ പൊരിച്ച് അത് സോമുവിന് കൊടുക്കാമെന്ന് കരുതി. പിന്നെ കാശിക്കാണ് മുട്ട പൊരിച്ചത്. അതിനകത്ത് ഉപ്പ് മാത്രമേ ഇടത്തുള്ളൂ, വേറെ സവാളയും പച്ചമുളകും ഒന്നും ഇടത്തില്ല. അതൊന്നും അവന് ഇഷ്ടമല്ല. പിന്നെ സിദ്ധുവിന് മുട്ട പൊരിക്കുന്നത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, മുട്ടച്ചോറെന്നാണ് ഞാൻ പറയുന്നത്. അതിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടും കേട്ടോ. കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. ആ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുഞ്ഞിന് ആവശ്യമുള്ള ചോറ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് ആറുമ്പോഴത്തേക്ക് പിന്നെ അവനുള്ള ഫുഡ് കൊടുക്കും. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത് മുട്ടച്ചോറെന്നാണ്, കാശിയും പറയുന്ന മുട്ടച്ചോറെന്നാണ്. കാശിക്ക് ഇത് ഇടയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിലെ സവാളയൊക്കെ വാരിക്കളയുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവനങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ മുട്ട പൊരിച്ചിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ കൂടി ഇച്ചിരി സാമ്പാർ കൂടി ഒഴിച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മഴയായതുകൊണ്ട് നല്ല കാറ്റുമായിരുന്നു. കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു കാറ്റ് വീശിയാൽ മതിയേ കറണ്ട് പെട്ടെന്ന് പോകും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.